മേഖലയിൽ ഇപ്പോൾ തുടരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അടിയന്തര തയ്യാറെടുപ്പുകൾക്ക് മുൻഗണന നൽകാൻ തീരുമാനമെടുത്ത് ബഹ്റൈൻ മന്ത്രിസഭായോഗം. ഏത് സാഹചര്യങ്ങളിലും ജനങ്ങളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള രാജ്യത്തിന്റെ സജ്ജീകരണങ്ങളെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി സമർപ്പിച്ച വിശദമായ റിപ്പോർട്ട് ക്യാബിനറ്റ് വിലയിരുത്തി. നിലവിൽ ബഹ്റൈനിൽ സജ്ജമാക്കിയ അടിയന്തര തയ്യാറെടുപ്പുകൾ ഇവയൊക്കെയാണ്. സിവിൽ എമർജൻസി ഓപ്പറേഷൻസ് സെന്ററിനൊപ്പം ദേശീയ സുരക്ഷാ ഫീൽഡ് റെസ്പോൺസ് യൂണിറ്റുകൾ പൂർണ്ണമായി രാജ്യത്ത് സജീവമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ പ്രവേശന എക്സിറ്റ് പോയിന്റുകളിലും ഭക്ഷണ അവശ്യവസ്തുക്കളുടെ ശേഖരവും തടസ്സമില്ലാത്ത വിതരണവും ഉറപ്പാക്കി. എല്ലാ ഗവർണറേറ്റുകളിലും മരുന്നുകളുടെ സമഗ്ര ലഭ്യതയും മെഡിക്കൽ ടീമുകളുടെ സേവനങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആവശ്യമായ വൈദ്യുതി ജലവിതരണം ഉറപ്പുവരുത്തുന്നതിനൊപ്പം എന്തെങ്കിലും തടസ്സങ്ങളുണ്ടായാൽ നേരിടാൻ കരുതൽ സംവിധാനങ്ങളും തയ്യാറാണ്. 33 ഷെൽട്ടറുകൾ സജ്ജമാക്കി. ആവശ്യമെങ്കിൽ അവ പ്രവർത്തനക്ഷമമാക്കും. വിമാന സർവീസുകൾ നിർത്തിവച്ചതോടെ വിദേശത്തു കുടുങ്ങിയ ബഹ്റൈൻ പൗരന്മാരെ സഹായിക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട്. വ്യോമ സുരക്ഷാ നിരീക്ഷണം തുടരുകയാണ്. ദേശീയ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ തകരാറില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആശയവിനിമയങ്ങൾക്കായി ഉയർന്ന ശേഷിയുള്ള ടെലികോം അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പരിസ്ഥിതി സുരക്ഷയും പൊതുജനാരോഗ്യവും ഉറപ്പാക്കാൻ റേഡിയേഷൻ നിരീക്ഷിക്കാനും അടിയന്തര പ്രതികരണ പ്രോട്ടോക്കോളുകളും സജ്ജമാക്കി. ബഹ്റൈൻ ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാണെന്നും പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിനും അവശ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും തുടരുമെന്നും മന്ത്രിസഭ പൗരന്മാർക്കും പ്രവാസികൾക്കും ഉറപ്പു നൽകിയിട്ടുണ്ട്.